നമ്മൾ മലയാളികൾ അധികം കേൾക്കാത്തൊരു ഡിഷാവും ഈ കാല മട്ടൻ. ഇതൊരു വെസ്റ്റ് ഇന്ത്യൻ റെസിപ്പിയാണ്. പേര് പോലെ തന്നെ ഇത് നല്ല ഡാർക്ക് കളറായിട്ടുള്ള മട്ടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോട്ടാ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സോ ലെറ്റ്സ് കുക്ക്. ഇതിനായിട്ട് ഒരു ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. 1 കിലോ ബോണുള്ള മട്ടനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ പേസ്റ്റും കുറച്ച് യോഗട്ട്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് ഈ മട്ടൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി 1 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാട്ടാ. ഇതൊരു ചോക്ലേറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കേ. ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ശരിക്കും ഈ കറിക്ക് ഉണക്കത്തേങ്ങ അല്ലേ, കൊപ്ര എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ വേണ്ടത്. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്ത കാരണമാണ് ഞാനിത് യൂസ് ആക്കുന്നത്. ഞാനൊരു 5 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക, എന്നിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. ഈ കറിക്ക് ഇത്ര സ്പെഷ്യൽ ആക്കുന്നത് ഈ സവാളയും മുളകും തേങ്ങയാണ് കേട്ടോ. പച്ചമുളകും ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒന്ന് ചെറിയ പീസസ് ആക്കി നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ള തേങ്ങയും ജാറിലിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മട്ടൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇല്ലേ, അതും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യേ. ഇതിലേക്ക് ഇനി 2 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ട് ഈ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കുക. മട്ടൻ കുക്കായി കഴിഞ്ഞാൽ അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീയും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നും സാധാ മട്ടൻ കറി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മട്ടനൊക്കെ കുക്കായിട്ടുണ്ട്. ഇതുപോലത്തെ റെസിപ്പിക്ക് വേണ്ടി എല്ലാവരും പേജ് ഒന്ന് ഫോളോ ചെയ്തോട്ടാ. അപ്പോൾ കാല മട്ടൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.